ഹലോ കുട്ടികളെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പാരലൽ ലൈൻസിൻ്റെ പാർട്ട് 3 നോക്കാം. ട്രയാങ്കിൾ ഡിവിഷൻ, ത്രികോണ ഭാഗത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ത്രികോണത്തിന് 3 വശങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു വശത്തിന് പാരലലായി നമ്മളൊരു ലൈൻ വരച്ച്, ഞാനിപ്പോൾ ഈ വശത്തിന് പാരലലായി ഒരു ലൈൻ വരയ്ക്കുകയാണ് അല്ലേ? ഈ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ വശം മറ്റു 2 വശങ്ങളെ എന്ത് ചെയ്യുന്നു? 2 കഷ്ണങ്ങളാക്കുന്നില്ലേ? ഈ 2 കഷ്ണങ്ങളാക്കുന്നു. ഈ രണ്ട് കഷ്ണങ്ങളാക്കുമ്പോൾ ഈ ലൈനും ഇവിടെ എന്താ, പാരലാണല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് വെർട്ടെക്സിൻ്റെ ത്രികോണത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ശീർഷകത്തിൽ കൂടി ഒരു ലൈൻ വരച്ചാൽ അതും എന്താണ്, ഈ 2 വരകൾക്ക് എന്താണ്, പാരലലാണ്, സമാന്തരമാണ് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സമാന്തര വരകൾ ഏത് വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3 സമാന്തര വരകൾ, അല്ലെങ്കിൽ ഈ 2 സമാന്തര വരകളായാലും മറ്റു 2 വശങ്ങളെ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു, 2 കഷ്ണങ്ങളാക്കുന്നു അല്ലേ? ഈ 2 കഷ്ണങ്ങളാക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരേ അംശബന്ധത്തിലായിരിക്കും. അത് നമുക്കിവിടെ പേര് കൊടുത്താൽ ABCDE എന്ന് പേര് കൊടുത്താൽ ഇവിടെ എന്താണ്, AB ഏതിന് പാരലലാ? AB പാരലൽ EC ആണ്. AB ECക്ക് പാരലലാണ്. EC എന്ന ലൈൻ ADയെയും BDയെയും ഒരേ അംശബന്ധത്തിൽ, ഒരേ റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത് അല്ലേ? അതായത് AE ഈസ് ടു ED ആയിരിക്കും എന്താണ്, BC ഈസ് ടു CD. അല്ലെങ്കിൽ എങ്ങനെ പറയാം, AE/EDക്ക് തുല്യമായിരിക്കും ഇത് BC/CD. ഇങ്ങനെയും പറയാം. ഇനി വേറൊരു രീതി പറഞ്ഞാൽ എങ്ങനെ പറയാം, AE/AD അല്ലേ? AE/AD ഈക്വൽസ് BC/ എന്തായിരിക്കും, BD. അപ്പോൾ 2 ലൈന് ഏതെങ്കിലും ത്രികോണത്തിൻ്റെ ഒരു വശത്തിന് സമാന്തരമായി മറ്റൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് മറ്റു 2 വരകളെ ഇങ്ങനെയെല്ലാം നമുക്ക് പറയാൻ സാധിക്കും, ഒരേ തുല്യ അനുപാതത്തിൽ എന്ത് ചെയ്യും, കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വശം മറ്റു 2 വശങ്ങളെ തുല്യ അനുപാതത്തിൽ കഷ്ണങ്ങളാക്കും. പേജ് നമ്പർ 50-ലെ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ ACD എന്ന് പറയുന്ന ട്രയാങ്കിൾ, അതിൽ BE എന്ന് പറയുന്നൊരു ലൈൻ CD എന്ന് പറയുന്ന വശത്തിന് പാരലലായി വരച്ചിരിക്കുന്നു. നോക്കിക്കേ, ഇവിടെ BE CDക്ക് പാരലലാണ്. അപ്പോൾ ഈ BE എന്ന് പറയുന്ന ലൈൻ ADയെയും ACയെയും ഒരേ റേഷ്യോയിലായിരിക്കുമല്ലോ കട്ട് ചെയ്യുന്നത്. അതായത് AB ഈസ് ടു BC ഈക്വൽസ് AE ഈസ് ടു ED ആയിരിക്കും അല്ലേ? എന്താ AB ഈസ് ടു BC? 3:5. അതായത് AE ഈസ് ടു EDയും എത്ര തന്നെ ആയിരിക്കും? 3:5. അപ്പോൾ AE ഈസ് ടു ED നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AEയുടെ ലെങ്തും EDയുടെ ലെങ്തുമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ AE എങ്ങനെയാണ് കിട്ടുന്നത്? AEയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:5 ആണ്. അത് 3:5 ടോട്ടൽ എടുത്താൽ എത്ര? 8. 8ൽ 3 ഭാഗമായിരിക്കും AE. 8ൽ 3 ഭാഗം ഏതിൻ്റെ? ADയുടെ 8ൽ 3 ഭാഗമായിരിക്കും AE അല്ലേ? AD എത്രയാ? 6. അതായത് 3/8 ഓഫ് 6 ആയിരിക്കും AE. ഇവിടെ നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ 4. ഇവിടെ എത്ര വരും? 3 വരും. 3 × 3 9. 9/4 എന്ന് വരും. 9/4 ചെയ്ത് നോക്കാം. 9/4 2 4s are 8. പോയിൻ്റ് കൊടുക്കുക. 2 4s are 8. 2 0 കൊടുക്കുക. 5 4s are 20 അല്ലേ? അപ്പോൾ 2.25 സെൻറ്റിമീറ്റർ ആണ് AEയുടെ ലെങ്ത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ED ആണ്. EDയുടെ റേഷ്യോയും BCയുടെ അതേ റേഷ്യോയിലായിരിക്കും EDയെയും കട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മൊത്തം എത്രയാണ്? 8. 8ൽ 5 ഭാഗമാണ് ആർക്ക് വേണ്ടത്? EDക്ക് വേണ്ടത്. ADയുടെ മൊത്തം നീളം എത്രയാണ്? 6. അപ്പോൾ ADയുടെ മൊത്തം നീളത്തിൻ്റെ 8ൽ 5 ഭാഗമാണ് EDക്കുള്ളത്. അപ്പോൾ ED എങ്ങനെ കണ്ടുപിടിക്കാം? 8ൽ 5 ഭാഗം ഏതിൻ്റെ? ADയുടെ അല്ലേ? അപ്പോൾ 5/8 ഓഫ് 6. ഇവിടെയും 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 4. 3 × 5 15. 15/4. 15നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 3 4s are 12. പോയിൻ്റ് കൊടുക്കുക. 7 4s are 28. 2 5 4s are 20. 3.75 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ട്രയാങ്കിൾ ഡിവിഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യനും. രണ്ടാമത്തെ ചോദ്യം, ABCD ഒരു പാരലലോഗ്രാമാണ്, ഒരു സാമാന്ത്രികമാണ്. അതായത് ABയിൽ P എന്ന് പറയുന്നൊരു പോയിന്റിൽ നിന്നും BCക്ക് സമാന്തരമായി ഒരു ലൈൻ വരച്ചിരിക്കുന്നു. അത് AC യിൽ കൂട്ടിമുട്ടുന്നു. ഈ Q എന്ന് പറയുന്നൊരു പോയിന്റിൽ നിന്ന്
ആർ എന്ന് പറയുന്നൊരു ക്യു ആർ എന്ന് പറയുന്നൊരു ലൈൻ എ ബിക്ക് പാരലായും വരച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ പി ബൈ പി ബി ഈക്വൽസ് എ ആർ ബൈ ആർ ഡി. ഇത് നമുക്ക് ട്രയാങ്കുലർ ട്രയാങ്കിൾ ഡിവിഷൻ വെച്ചാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നോക്കിക്കേ, നമ്മൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കണ്ടില്ലേ? ഇൻ ട്രയാങ്കിൾ എ ബി സി അവിടെ ആരൊക്കെയാണ് പാരലായിട്ടാണ് വരുന്നത്? ഏത് സൈഡാണ്? ബി സി എന്ന് പറഞ്ഞ സൈഡിന് പാരലാണല്ലോ പി ക്യു പാരലൽ ബി സി അല്ലേ? പി ക്യു പാരലൽ ബി സി. അങ്ങനെ പാരലായി നമുക്ക് ഏത് റിസൾട്ട് ഉണ്ട്? പി ക്യു എന്ന് പറയുന്ന ലൈൻ ബി സി എന്ന് പറഞ്ഞ വശത്തിന് സമാന്തരമാണെങ്കിൽ അത് എ ബിയെയും എ സിയെയും തുല്യ റേഷ്യോയിലല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ പി ബൈ പി ബി അല്ലേ? എ പി ബൈ പി ബി ഈക്വൽസ് എങ്ങനെ എഴുതാം? എ ക്യു ബൈ ക്യു സി അല്ലേ? ഇവിടെ നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് എ പി ബൈ പി ബി ഈക്വൽസ് എ ആർ ബൈ ആർ ഡി ആണ്. ഇവിടെ എ പി ബൈ പി ബി ഈക്വൽസ് എ ക്യു ബൈ ക്യു സി എന്നാണ് കിട്ടിയത്. നമ്മളത് ഇതിലേക്ക് എത്തിക്കണം. നമുക്കിതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കിക്കേ, എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ. അവിടെ ആരൊക്കെയാണ് പാരലാണ്? ആർ ക്യൂവും എ പിയും അല്ലേ? എങ്ങനെ എഴുതാം? ഇൻ ട്രയാങ്കിൾ എ സി ഡിയിൽ ആരൊക്കെയാണ് പാരലൽ? ആർ ക്യൂ പാരലൽ എ ബി. നമുക്ക് എങ്ങനെ എഴുതാം? ആർ ക്യൂ ആണ് ടി സിക്ക് പാരലൽ. ആർ ക്യൂ. അപ്പോൾ മറ്റു രണ്ട് വശങ്ങൾ ഏതൊക്കെയാണ്? എ സിയും എ ഡിയും. അപ്പോൾ എങ്ങനെ എഴുതാം? എ ക്യൂ ബൈ ക്യൂ സി ഈക്വൽസ് എ ആർ ബൈ ആർ ഡി. എ ക്യൂ ബൈ ക്യൂ സി ഈക്വൽസ് എ ആർ ബൈ ആർ ഡി. ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ നോക്കിക്കേ. അതിൻ്റെ റൈറ്റ് സൈഡ് എ ക്യൂ ബൈ ക്യൂ സി, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എ ക്യൂ ബൈ ക്യൂ സി അല്ലേ? അപ്പോൾ രണ്ട് ഇക്വേഷൻസും ഈക്വൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദെയർഫോർ എ പി ബൈ പി ബി ഈക്വൽസ് എ ആർ ബൈ ആർ ഡി എന്ന് എഴുതാം. ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രൂഫായി. സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത് എ പി ബൈ എ ബി ഈക്വൽസ് എ ആർ ബൈ എ ഡി എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, നേരത്തെ പോലെ പറഞ്ഞതുപോലെ റേഷ്യോ എങ്ങനെ പറയാം? എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കിക്കേ. എ പി ബൈ എ ബി എങ്ങനെ വരേണ്ടത്? എ പി ബൈ എ ബി ഈക്വൽസ് എ ക്യൂ ബൈ എ സി ആയിരിക്കും. എ ക്യൂ ബൈ എ സി ഇക്വേഷൻ 1 അല്ലേ? എ പി ബൈ എ ബി ഈക്വൽസ് എ ക്യൂ ബൈ എ സി അങ്ങനെയാണ് പറയേണ്ടത്. അടുത്ത ട്രയാങ്കിൾ നോക്കിക്കേ. എ സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കിക്കേ. അവിടെ നമുക്ക് എങ്ങനെ പറയാം? എ ക്യൂ ബൈ എ സി അല്ലേ? എ ക്യൂ ബൈ എ സി ഈക്വൽസ് എ ആർ ബൈ എ ഡി. ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നോക്കൂ, എ ക്യൂ ബൈ എ സി ഈക്വൽ അല്ലേ? എ പി ബൈ എ ബിക്കും ഈക്വലാണ് എ ക്യൂ ബൈ എ സി. എ ആർ ബൈ എ ഡിക്കും ഈക്വലാണ് എ ക്യൂ ബൈ എ സി. അപ്പോൾ എ പി ബൈ എ ബി ഈക്വൽസ് എ ആർ ബൈ എ ഡി ആയിരിക്കും.